ചൂട് കടുപ്പമേറിയതാണ്. എന്നാൽ കാസർഗോഡ് മണ്ഡലം അത്ര കടുപ്പമേറിയതല്ല എന്നുള്ളതാണ് BJP സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ വ്യക്തമാകുന്നത്. ചൂട് കടുപ്പമാണ്, കാസർഗോഡ് മണ്ഡലം ജയിച്ചു കയറാൻ അത്ര കടുപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ അതെ, പുറത്ത് ചൂടുണ്ട്, പക്ഷേ ഈ മത്സരത്തിൽ ഒരു ചൂടുമില്ല. ഫുൾ കോൺഫിഡൻസ് ഫുൾ കോൺഫിഡൻസ് ആണ്. ബിക്കോസ് 2014 ശേഷം നരേന്ദ്രമോദിജി കൊണ്ടുവന്നിട്ടുള്ള സ്കീംസും കാര്യങ്ങളും ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഞങ്ങളെ കാസർഗോഡ് മണ്ഡലത്തിലെ ഓരോരോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ആൾക്കാർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നാളും പേപ്പേഴ്സും മീഡിയാസെല്ലാം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ്സ് എവിടെ നിന്ന് വന്നിട്ടുള്ളതെന്ന് നന്നായിട്ട് അറിയാം. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ 2024 വിക്ടറി ഫോർ BJP. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ എല്ലാ കാലത്തും പറയുന്നത് ഒരു അവഗണന നേരിടുന്ന ഒരു മണ്ഡലമാണ്. കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുന്നേ കേന്ദ്രം ഭരിച്ച സർക്കാർ ആയിക്കോട്ടെ കൃത്യമായ രീതിയിലുള്ള വികസന പദ്ധതികൾ നാട്ടിലേക്ക് എത്തിക്കാറില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, എൻഡോസൾഫാൻ്റെ പ്രശ്നങ്ങൾ, അത് മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ വിഷയങ്ങൾ തന്നെയാണോ പ്രധാനമായും BJP സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്? അതൊക്കെ തന്നെ. ബിക്കോസ് യു സി, ഇപ്പോഴും നമ്മളെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് കർണാടകനെ ആശ്രയിക്കുന്നുള്ളത്. ചില എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിൻ്റെ കുട്ടികൾ പോലും പോണ്ടിച്ചേരിയിൽ ഉള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ലതായിട്ടുള്ള കോളേജസ് ഇല്ല, നല്ലതായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇല്ല. പിന്നെ വികസനം കൊണ്ടുവരുന്നു, ഇലക്ഷൻ ടൈമിൽ ആശ്വാസം കൊടുക്കൂ, വാഗ്ദാനങ്ങൾ കൊടുക്കൂ. യു സി 2013 മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു, ഉമ്മൻചാണ്ടി പറഞ്ഞു എവിടെയാണ് മെഡിക്കൽ കോളേജ് ഫംഗ്ഷൻ ആണെന്നുള്ളത്. അതേപോലെ 2010 VS അച്യുതാനന്ദൻ ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എവിടെയാണ്? 14 years ആയി, എന്നിട്ടും ഇവിടെ ആയിട്ടില്ല. അതേപോലെ എൻഡോസൾഫൻ്റെ റീഹാബിലിറ്റേഷൻ പ്ലേസും അതും പോലും എല്ലാം 45 crores യൂസ് ആക്കിയിട്ട് നമ്മൾ അത് ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, എന്നിട്ടും അത് ഫംഗ്ഷൻ ആണില്ല. ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും വർക്കുകൾ സ്റ്റാർട്ടാക്കും, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കുന്നില്ല. ഇതാണ് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ. ഈ ടാറ്റ ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു, പക്ഷെ അത് പൂർണ്ണമായി ഫംഗ്ഷനാക്കാൻ പറ്റില്ല. അതിപ്പോൾ പൊളിച്ചു കളയുന്ന അവസ്ഥയിലാണുള്ളത്. അതന്നെ, അതൊന്ന് പറയുന്നത് എനിക്ക് വിട്ടുപോയതാണ്. ഈവൻ ടാറ്റ ഹോസ്പിറ്റൽ 30 years ലൈഫ് സ്പാൻ ഉണ്ട്. എത്ര നല്ല നല്ല എക്വിപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായത്. ഇവർക്ക് അറ്റ്ലീസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ മെയിൻ്റനൻസ് ആക്കാൻ സാധിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇവർ അതെല്ലാം യൂസ്ഫുൾ ആക്കുന്നില്ല? ഇതല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ? ഇതാണോ കേരളത്തിൻ്റെ മോഡൽ? എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള LDF ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ട് കേരളത്തിനൊന്നും തരുന്നില്ല, അപ്പോൾ കാസർഗോഡിനും കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല. MP പറയുന്നു ഒരുപാട് വികസനങ്ങൾ MPയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരുപാട് റെയിൽവേ, വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ വികസനമൊക്കെ MPയുടെ ഇടപെടലുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോപ്പുകൾ പല ട്രെയിനിനും ചെറുവത്തൂരായിക്കോട്ടെ അല്ലെങ്കിൽ നീലേശ്വരത്തായിക്കോട്ടെ സ്റ്റോപ്പുകൾ അനുവദിക്കാൻ വേണ്ടി MPയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവകാശവാദമൊക്കെയാണ്. ഇതൊക്കെ MPയുടെ മാത്രം എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഒരു എഫേർട്ടിൻ്റെയും കൂടി അല്ലെങ്കിൽ ഒരു പിന്തുണയും കൂടി ഭാഗമായിട്ടല്ലേ? അതെന്നെ പറഞ്ഞല്ലേ, കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദിജിക്ക് നല്ല ഒരു ബന്ധമുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട്. ഏതൊരു സ്റ്റേറ്റിനും നരേന്ദ്രമോദിജി നെഗ്ലക്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കാസർഗോഡിലോ കേരളത്തിലോ BJPക്ക് ഒരു MPയും MLA ഇല്ലാത്ത സ്ഥലത്തും പോലും നമുക്ക് നിരവധി ഡെവലപ്മെൻറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വന്ദേ ഭാരത് ഞങ്ങളുടെ നരേന്ദ്രമോദിജി തന്നതാണ്, അല്ലാണ്ട് MP കൊണ്ടുവന്നതൊന്നും അല്ല. അയാൾക്ക് പറഞ്ഞു നടക്കാമല്ലോ. ഇയാൾ രാജ്ഭവൻ ഉണ്ണിത്താൻ 5 years ആയില്ലേ MP ആയിട്ട്. എന്തുകൊണ്ട് ഇയാൾക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഇയാൾക്ക് കോളേജസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? ഇവിടെ ഒരു മിനിമം ആയിട്ടുള്ള വാട്ടർ സ്കാസിറ്റി, നമുക്ക് 12 rivers ഉണ്ട് കാസർഗോഡിൽ, എന്നിട്ടും പോലും കുടിവെള്ളത്തിന് പ്രശ്നം ഇതിനെ പരിഹരിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇതെല്ലാം ഇത്രത്തോളം ഉള്ള പ്രോബ്ലംസിന് ഇയാൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല? കേന്ദ്ര സർക്കാരത്തിന് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസുകൾ ഞാൻ കൊണ്ടുവന്നു ഇയാൾ വെറുതെ ഇല്ലെങ്കിൽ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും പറയുന്ന സമയത്ത് ഈ അശ്വിനിയുടെ ഇതേപോലെ MPക്കെതിരെയുള്ള പരാമർശം, MP വികസനം ചെയ്തില്ല എന്ന് പറയുമ്പോഴും UDF പ്രധാനമായും പറയുന്നത് BJPയുടെ പ്രചരണങ്ങളൊന്നും തന്നെ ഇടതുപക്ഷത്തിന് കാര്യമായ തോതിലൊന്നും പറയുന്നില്ല, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല, എല്ലാം MPക്കെതിരെയുള്ള ഒരു പ്രചരണമായി BJPയുടെ പ്രചരണങ്ങൾ മാറുന്നു എന്നുള്ള ഒരു ആക്ഷേപം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുമ്പോൾ MP പിന്നെ MLA മാരാണ് പറയുന്നുള്ളത്. MP വന്നിട്ട് UDF കാരാണ്, MLA വന്നിട്ട് നമുക്കുള്ളത് UDF ആണ്. ബിക്കോസ് മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസി വന്നിട്ട് AK അഷ്റഫാണ്, അയാൾ വന്നിട്ട് UDF ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പറയേണ്ടത് അതേ തന്നെ. എന്നിട്ടും പോലും ഞങ്ങൾ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടെ ഫെയിലിയർ ആണ്. ടോട്ടൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെയിലിയർ ആയിട്ടുണ്ട്. ഞാൻ too many times I have already told them. ഇന്നെന്താണ്ട് പറയാനുള്ളത്? എനിക്ക് അതുപോലും കേരള സദസ്സ് യാത്ര ചെയ്തു. അവർ നിരവധി പൈസകൾ മുടക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ പാവപ്പെട്ടവർക്ക് ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. 6 months ആയിട്ടുണ്ട്. അതിനെ ഞാൻ ഐ എം മെൻഷനിങ് എവ്രിവെയർ.
നോട്ട് ഓൺലി UDF ഐ എം ബ്ലെയിമിങ്, ഈവൻ LDF പേരെയും വിമർശിക്കും. ഞാൻ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള ഉണ്ടാവില്ല. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണ്. ആരോപം അതന്നെ. എനിക്ക് പാർട്ടിൻ്റെ ഡിഫറൻഷിയേഷൻ അല്ല എനിക്ക് മെയിൻ ഉള്ളത്. എനിക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു വികസനം വന്നിട്ടില്ല. അത് 2 പാർട്ടീസ് ഈക്വലി ഉത്തരവാദികളാണ്. അപ്പോൾ എനിക്ക് രണ്ടാളും ഒരേപോലെയാണ്. ഞാൻ ഒരു ഡിഫറൻഷിയേഷൻ ചെയ്യാറില്ല. ഈ ഒരു അവസരം തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുമെന്നുള്ള ഒരു മോദിജി കേരളത്തിൽ ഉൾപ്പെടെ വന്ന് ഒരുപാട് ഗ്യാരണ്ടികൾ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡിന് അശ്വിനി നൽകുന്ന ഗ്യാരണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള ഗ്യാരണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട് നരേന്ദ്രമോദിജിൻ്റെ ഭാഗത്ത്. ആൻഡ് ഹീ ഈസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഐ വിൽ വിൻ ഫ്രം കാസർഗോഡ്. ഷുവർലി ഐ വിൽ ബി എ MP. അപ്പോൾ നരേന്ദ്രമോദിജി എനിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വന്ന് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഞാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പിന്നെ എയിംസ് കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യും. അത് മോദിജി എനിക്ക് എന്തെങ്കിലും തരും. പിന്നെ ആ ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്, 100% ഉണ്ട്. കാസർഗോഡ് 5 വർഷം കൊണ്ട് ഈ കാസർഗോഡിൻ്റെ പുതിയ കാസർഗോഡ് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി വരുമ്പോൾ സമയത്തെ സാധാരണഗതിയിൽ വനിതകൾക്ക് ഇപ്പോൾ CPMൻ്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് വനിതാ സ്ഥാനാർത്ഥികളുള്ളത്. UDFലും വളരെ കുറവാണ്, അതിലും കുറവാണ്. അപ്പോൾ വനിതകൾക്കൊരു പ്രാതിനിധ്യം കിട്ടുന്നതിൻ്റെ ഭാഗമായി മോദിജിയുടെ ഒരു പ്രത്യേക താല്പര്യം പ്രകാരം തന്നെയാണ് അശ്വിനി കാസർഗോഡ് സ്ഥാനാർത്ഥി. അപ്പോൾ വനിതകളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസിന് വില കൂടുതൽ, അപ്പോൾ അത്തരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളും ചർച്ചയാക്കുന്നുണ്ട്. ഇടത് മുന്നണിയും വലത് മുന്നണിയും ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയാക്കുന്ന ആ കാര്യങ്ങളൊക്കെ BJPക്ക് ഒരു തിരിച്ചടിയാവാനുള്ള, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കൂടുതൽ, പെട്രോളിൻ്റെ വില കൂടുതൽ, ഇതൊക്കെ ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് തിരിച്ചടിയാണത്? നമുക്ക് മോദിജി തരുന്ന പെട്രോൾ ഡീസലാണ് ഇവിടെയും കൊടുക്കുന്നുള്ളത്. കേരളത്തിലും സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടിലും എല്ലാ അടുത്ത് മോദിജി കൊടുക്കുന്ന പെട്രോളാണ്. പക്ഷേ നമുക്ക് കർണാടകയിലെ നമുക്ക് 10 രൂപ കുറവാണ്. കൂടുതലായിട്ട് ആരാണ് എടുക്കുന്നുള്ളത്? ഇതേ കേരള ഗവൺമെൻറ്റാണ് 10 രൂപ കൂടുതൽ എടുക്കുന്നത്, ഇതേ കേരള ഗവൺമെൻറ്. എന്നിട്ടും പോലും ഇവർക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എല്ലാം പിന്നെ വെറുതെ ഇല്ലെങ്കിൽ ഒരു ബ്ലെയിമിംഗ് ആക്കുന്നുള്ളത് കേന്ദ്ര സർക്കാരത്തിൻ്റെ മോളാണ്. ജസ്റ്റ് ദ പീപ്പിൾ ഓഫ് കാസർഗോഡ് തിങ്ക് ആക്കണം. ഇത് വേറെ കർണാടകയിൽ നമ്മൾ BJP ഭരിക്കുമ്പോൾ നമ്മൾ 10 രൂപ കുറച്ചതാണ്. എന്നിട്ട് ഇവിടെ എന്തിനാണ് ഇവർ ഇനിയും 10 rupees കുറച്ചിട്ടില്ല? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അതേപോലെ ഞാനൊരു അമ്മയാണ്, സ്ത്രീയാണ്. സ്ത്രീകളെ എല്ലാം വിഷയങ്ങളും ഇടപെടാൻ സാധിക്കും. എനിക്കും വിഷമമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കുറേ കാലമായിട്ട് ഗൾഫിലുണ്ടായതാണ്. എത്രയോ അമ്മമാർക്ക് അവരുടെ കുട്ടികൾ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നത്. ഭാര്യയ്ക്ക് വിഷമമുണ്ട്, ഭർത്താവ് ഗൾഫിലുണ്ടെന്ന്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പിന്നെ എൻ്റെ മോനും പഠിക്കാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരാണ് പോകുന്നുള്ളത്. നമുക്കത് ഒരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ടൈം കഴിഞ്ഞെങ്കിൽ നമുക്കൊരു ടെൻഷൻസ് ആവും, മോൻ എവിടെ പോയി എന്തായിന്ന്. സോ ഇത് എൻ്റെ മാത്രമല്ല പ്രശ്നം, എല്ലാ അമ്മമാരും ഈ കാസർഗോഡ് മണ്ഡലത്തിലെ മൊത്തം അമ്മമാരുടെ പ്രശ്നം ഇതാണ്. സോ ഈ ഒരു പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഒരു ഉത്തരം ഉണ്ടാവും. ഈ LDFൻ്റെ ഭാഗത്തു നിന്നും ഈ കാസർഗോഡ് തളങ്കരയിലുള്ള ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ രീതി അശ്വിനി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ UDF സ്ഥാനാർത്ഥി തളങ്കര ഭാഗത്തേക്ക് പ്രചരണത്തിന് പോകുമ്പോൾ കയ്യിലെ കെട്ടുകൾ അഴിച്ചു മാറ്റുന്നു, കുറി മാറ്റുന്നു, അങ്ങനെ ഒരു പ്രചരണം LDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജാതിയും മതവും ഒക്കെ ഒരു തരത്തിലും പ്രചരണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ 2 മുന്നണികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വർഗീയ കക്ഷിയെന്ന് എപ്പോഴും BJPനെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പ്രചരണങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ പലപ്പോഴുമായിട്ട് കടന്നു വരുന്നു. ഇതിനെങ്ങനെയാണ് BJP കാണുന്നത്? വർഗീയത്തെ പറഞ്ഞത് ക്ലിയർ പിക്ചറായിട്ട് ഉന്നിത്താൻ നോക്കി നമുക്ക് മനസ്സിലാവും. അയാൾ എവിടുന്ന് വരുമ്പോൾ കുറി ഉണ്ടാവും. ഇവിടെ അവരെ മറ്റേ വർഗീയത്തെ പറഞ്ഞാൽ എന്ത് കണ്ണടിച്ചിട്ട് അവർ മോശമാക്കാൻ വേണ്ടിയിട്ട് അയാളെ കുറി മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനല്ല. നമ്മൾ എങ്ങനെ ഉണ്ടാവോ അതേപോലെയാണ് ഉള്ളത്. നമുക്കൊരു കള്ളത്തരം ചെയ്തിട്ടോ കാണിച്ചിട്ടോ നമുക്ക് ശീലമില്ല. അത് കള്ളത്തരം കാണിക്കുന്നത് ഇടതുപക്ഷം വലതുപക്ഷമായിട്ടുള്ളതാണ്. ആൾക്കാർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വടകരയിലെ നമ്മുടെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയാവും. അവിടെ ഇപ്പോൾ പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സൈബർ അറ്റാക്കിംഗ് ആണ്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വ്യാപകമായ തോതിൽ വളരെ മോശമായ, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി അനുഭാവികളായിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ അശ്വിനിക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ഇതുവരെ ആയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് ആക്കിയിട്ടായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള മെസ്സേജസോ വന്നിട്ടില്ല. ആൾക്കാരുടെ ഇടയിൽ
ജനങ്ങളുടെ ഇടയിൽ എനിക്ക് നല്ല ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. ബിക്കോസ് ദ പീപ്പിൾ ഓഫ് കാസർഗോഡ് ദേ ആർ ലൈക്കിംഗ് വെരി മച്ച്. ഈ വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രത്യേകിച്ച് ഏത് സ്ഥാനാർത്ഥിയോ വനിതകൾ മാത്രമല്ല ഇത്തരത്തിൽ സൈബർ അറ്റാക്കിംഗ് നടത്തി അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമങ്ങൾ അവരെ വളരെ മോശമായ രീതിയിൽ മോർഫ് ചെയ്ത് ഈ പ്രചരണ രീതിയോടൊക്കെ ഒരു യോജിക്കാൻ വേണ്ടി കഴിയുമോ? ഏത് സ്ത്രീക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മളൊരു സോഷ്യൽ സർവീസുകാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ നമുക്ക് ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്. അവർ നോക്കിക്കഴിഞ്ഞാൽ മോശമല്ലേ? അവരെ വീട്ടിൽ അമ്മയില്ലേ, സിസ്റ്റേഴ്സ് ഇല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നേ മാത്രമേ പറയൂ ഞാൻ. ഇതിനിടെ രാഷ്ട്രീയങ്ങളെല്ലാം വിട്ടുകൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രചരണത്തിന് ഹെവി ഓട്ടമാണ്. അപ്പോൾ ഭക്ഷണങ്ങളിലൊക്കെ ഒരു ക്രമീകരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ഏതെങ്കിലും പിന്നെ ഉച്ചഭക്ഷണമൊക്കെ ചിലപ്പോൾ കുറച്ച് ലിമിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പുതിയ ക്രമീകരണങ്ങൾ ശീലിക്കുന്നുണ്ട് ഇപ്പോൾ? എപ്പോഴും എൻ്റെ ഭക്ഷണം ലിമിറ്റേഷൻസ് ആണ്. ഞാൻ കഴിക്കുന്നത് കുറവാണ്. അതെ, ഞാൻ പറഞ്ഞ കണക്കന്നെ ഞാൻ എപ്പോഴും രാവിലെ ടെൻഡ് കോക്കനട്ട് കുടിക്കും. അതായിട്ട് ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കും. ഓയിൽ ഫുഡ് ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ സ്പൈസി ഫുഡ് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ട് സലാഡ്സ്, ഫ്രൂട്ട്സ് ഇൻടേക്ക് ആക്കുന്നത്, ജ്യൂസ് ഇൻടേക്ക് ആക്കുന്നുള്ളത്. ഈ ഭക്ഷണമൊക്കെ ഒഴിവാക്കി കുറച്ച് ലൈറ്റ് ഫുഡിലേക്ക് മാറിയിട്ടുണ്ട്. പ്രചരണം ചൂട് കൂടുമ്പോഴും ഇത് ലൈറ്റ് ആവുകയാണ് ചെയ്തത് ഭക്ഷണം. യെസ് അതന്നെ ബിക്കോസ് നമ്മളെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ, അതുകൊണ്ടാണ് ഫുഡിൽ നല്ല ഡയറ്റ് മെയിൻറ്റെയിൻ ആക്കുന്നുള്ളത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടി വലിയ കോൺഫിഡൻസ് തന്നെയാണുള്ളത്. നല്ല കോൺഫിഡൻസിലാണ്. തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വരുന്ന കോൺഫിഡൻ്റ് ഉള്ളത്. ബിക്കോസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നരേന്ദ്രമോദിജി വന്ന ശേഷമാണ് ഇത്ര ഡെവലപ്മെൻറ്റ്സ് ആയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും LDF പിന്നെ UDF മാറി ഭരിച്ചിട്ടും പോലും കാസർഗോഡിൽ ഒരു വികസനം കൊണ്ടുവരാത്തത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഫെഡ് അപ്പ് വിത്ത് ദിസ്. ഈ പ്രാവശ്യം എന്തായെങ്കിലും ഒരു അവസരം BJPക്ക് തരും അവർ. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ്. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ കാസർഗോഡിൻ്റെ വികസനമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കാസർഗോഡ് നോക്കാൻ സാധിക്കും. ഈ ഭാഷാ പ്രശ്നങ്ങൾ എല്ലാ ഭാഷയും ഉപയോഗിക്കുക, ഏകദേശം 6-7 ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ചില സമയത്ത് അശ്വിനി മഞ്ചേശ്വരം അല്ലെങ്കിൽ കർണാടകയുടെ ഒക്കെ ഭാഗമായിട്ട് ജനിച്ചുകൊണ്ട് തന്നെ ഈ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ മേഖലയിലൊക്കെ വരുമ്പോഴേ നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയോട് അത്രത്തോളം നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബാരിയേഴ്സ് ഉണ്ടോ? ഇങ്ങനെ ഒരു ഭാഷയുടെ പ്രശ്നമുണ്ട്? അതെ, മലയാളം നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയൊന്നും അല്ല. എനിക്ക് മലയാളം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ എന്ത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ പീപ്പിൾ. അതേപോലെ കർണാടക പോകുമ്പോൾ, മഞ്ചേശ്വരം വരുമ്പോൾ, ബദിയടുക്ക, കാസർഗോഡ് വരുമ്പോൾ കന്നഡ സംസാരിക്കും, പിന്നെ തുളു സംസാരിക്കും. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് കന്നഡ, തുളു പിന്നെ മലയാളമാണ്. അപ്പോൾ ഇത്രത്തെ ഭാഷയിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അശ്വിനിയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഈ 3 ജനങ്ങളോടും വളരെ ഈസിലി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈസിലി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. അവരെ മദർ ടങ്ങിൽ സംസാരിക്കുമ്പോൾ അവർക്കൊരു നല്ല ഹാപ്പിയാണ്. മലയാളം വരുന്ന മോളെ ചോദിക്കൂ, നീ എവിടെയാന്ന് ചോദിക്കൂ. കാസർഗോഡ്, മഞ്ചേശ്വരം പറയുമ്പോൾ അതെയല്ലേ. അപ്പോൾ മഞ്ചേശ്വരക്കാർക്ക് എന്നുള്ളതെന്നറിയാം, ഞാൻ മഞ്ചേശ്വരക്കാർത്തിയാണ്. അപ്പോൾ അവരെ കന്നഡ സംസാരിക്കും. അപ്പോൾ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള ജനങ്ങളാണ്. ബിക്കോസ് ദ കാൻഡിഡേറ്റ് കന്നഡ സംസാരിക്കും. ഒരു കാര്യം, നമ്മളിപ്പോൾ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയുടെ ഇടയിലൂടെയാണ്. ഈ ടൂറിസം സാധ്യതയൊക്കെ നമുക്ക് കൃത്യമായി കാസർഗോഡിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ MP ആയിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ. ഇല്ല, ഒരുപാട് ബ്യൂട്ടി പ്ലേസ് ഉള്ള സ്ഥലമാണ്. അതന്നെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ടൂറിസം കൊണ്ടുവരാം നമുക്ക്. അതും പോലും അവർക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യം, നമുക്ക് ഇൻകം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ഉണ്ടായ MPക്കോ അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്കോ ഇടപെട്ടിട്ടായിട്ട് ഇവർക്കൊരു ടൂറിസം ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഞാൻ ജനിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ കാസർഗോഡ് ഒരു ടൂറിസം പ്ലേസ് ആയിട്ട് ചേഞ്ചസ് ആവും. എന്തായാലും കാസർഗോഡ് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ML അശ്വിനി 100% ഒരു ചിൽ വൈബിലേക്കാണ് പോകുന്നത് അല്ലേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ? യെസ്, ഫുൾ ഓൺ മൂഡ് ചില്ലാണല്ലേ? ഐ ആം ടു ചിൽ. പുറത്ത് ചൂടുണ്ടെങ്കിൽ ഐ ആം ടു ചിൽ. ഞാൻ ഇത് നല്ല ആയിട്ട് ഒരു വിത്ത് കോൺഫിഡൻസ് ഐ ആം മൂവിങ്. പുറത്ത് ചൂടാണെങ്കിലും കൂളാണ്, അതേപോലെ ചില്ലാണ്. ഇതാണ് കാസർഗോഡ് BJP സ്ഥാനാർത്ഥി ML അശ്വിനി പറയുന്നത്. കൃത്യമായ രീതിയിൽ കാസർഗോഡിൻ്റെ വികസന വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഉജ്ജ്വലമായ വിജയം കാസർഗോഡ് BJPക്ക് സമ്മാനിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJP പങ്കുവെക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പോകുന്നത്. പുറത്ത് അതികഠിനമായ ചൂടാണ്. എന്നാൽ കാസർഗോഡ് ജയിച്ചു കയറാൻ അത്രയധികം കഠിന പ്രയത്നം ആവശ്യമില്ല. കാസർഗോഡ് ജനങ്ങൾ BJPയെ നെഞ്ചേറ്റി കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥി പങ്കുവെക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ്
ഉർവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.